അപ്പോൾ ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാൻ സിനിമേൻ്റെ കാര്യം തന്നെയാണ് പറയാൻ വന്നത്. സിനിമ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ മാത്രമല്ലല്ലോ, OTT ഉണ്ടല്ലോ. ഇപ്പോൾ ആഴ്ചക്ക് തന്നെ ഇഷ്ടം പോലെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, മലയാളമായാലും തമിഴായാലും തെലുങ്കായാലും. പക്ഷെ വെളിങ്ങനെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവർക്കും ഈ ടീസർ, ട്രെയിലേഴ്സ്, അങ്ങനത്തെ ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഇപ്പോൾ ലാസ്റ്റ് പുഷ്പ വരെ. അപ്പോൾ നല്ല നല്ല പടങ്ങൾ OTTയിലും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ഇടിയൻ ചന്തു, നമ്മളെ വിഷ്ണു, ആ ചങ്ങയ്യാണ് അതിനകത്ത് അഭിനയിച്ചത്. അതിന് ആ ഒരു പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കഥയാണ്, നല്ല സ്ക്രിപ്റ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറേ ഫ്ലോപ്പ് പടങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാർ അധികം ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോൾ ഇത് നല്ല പടം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ആവറേജ് പടമാണ്. ഇതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് ഓക്കെയാണ് ഈ സിനിമയിൽ, ഈ ഇടിയൻ ചന്തു എന്ന് പറഞ്ഞ പടത്തിൽ. പിന്നെ ഇപ്പോൾ അമർ അക്ബർ അന്തോണി, അതും ഇതേമായിട്ട് ആൾക്കാർ, അതായത് അതിപ്പോൾ ഒരു പ്രമുഖർ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് ആ പടം ശ്രദ്ധിക്കപ്പെട്ടതും വിജയിച്ചതും, അല്ലേ? ഓഫ് കോഴ്സ്. അപ്പോൾ ഈ പടവും വേറെ ആരെങ്കിലും, ഏതെങ്കിലും ഒരു പ്രമുഖൻ, ഇപ്പോൾ നിവിൻ പോളിയെല്ലാം പണ്ട് പ്രേമോ അങ്ങനത്തെ എല്ലാം ചെയ്തിട്ടില്ലേ, അതേമാതിരി ഏതെങ്കിലും ഒരു പ്രമുഖൻ ചെയ്തിയാണെങ്കിൽ ഈ പടവും ആവറേജിൻ്റെ മേലെ കടക്കും, സീരിയസ് ആയിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം സിനിമ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നത്. കാരണം ഈ ചങ്ങായിനെ ഞാൻ താത്തിക്കെട്ടുന്നില്ല. വിഷ്ണു എന്ന് പറഞ്ഞാൽ നല്ല ആക്ടറൊക്കെ തന്നെയാണ്. പക്ഷേ കഥ, സന്ദർഭം, പിന്നെ ഇമോഷൻസ്, അതൊന്നും വലിങ്ങനെ വഴങ്ങുന്നില്ല മീൻസ് ഭാവിയിൽ ശരിയാവുമായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുവന്ന ഒന്നുമില്ലെങ്കിലും ആസിഫ് അലി അല്ലെ നിവിൻ പോളിക്ക് ഇപ്പം നടക്കില്ല. പണ്ടത്തെ നിവിൻ പോളിയാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഈ റോള് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് ആസിഫ് അലിക്ക. ആ ചങ്ങായിക്ക് നല്ല ആപ്റ്റായിരിക്കും ഈ ഒരു ഇടിയൻ ചന്തു എന്ന് പറഞ്ഞ പടം. അത്യാവശ്യം നല്ല കഥയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ലേന, അവരെല്ലാം അത്യാവശ്യം നല്ല അടിപൊളിയിൽ ചെയ്തിട്ടുണ്ട് അവരവരുടെ ക്യാരക്ടേഴ്സ്. പിന്നെ നമ്മളെ ഉപ്പും മുളകിലെ ബാലു, അവരെല്ലാം വേറെ റേഞ്ചാണ് ഈ സിനിമയിലെ ആക്ടിങ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബാക്കി എല്ലാവർക്കും ആ മാസ് കാണിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാസ് കാണിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണിത്. ചെറുപ്പം മുതലേ കഥ ഒന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് വേറെ ആരെങ്കിലും അഭിനയിച്ചതാണെങ്കിൽ, അത് വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചങ്ങനെ ഒരിക്കലും ഞാൻ താത്തിക്കെട്ടൂല. അറ്റ്ലീസ്റ്റ് ആസിഫ് അലി, നമുക്കിപ്പോൾ കണ്ട് പരിചയമുള്ള, അതായത് മുഖത്ത് ഫുൾ ഇമോഷൻസും ആ ഒരു ഇതില്ലേ, അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള. ഇപ്പം വന്ന നമ്മളെ അശോകൻ ചേട്ടൻ്റെ മകനില്ലേ, അർജുൻ അശോകൻ, അവർക്ക് വരെ ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കിയെങ്കിൽ. കാരണം ഈ ചങ്ങായിനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു ചെറിയ റോള്, അല്ലെങ്കിൽ ശിക്കാരി, അങ്ങനെ എന്തോ ഒരു പടത്തിൽ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു അനിയൻ്റെ ഒരു റോള്, അങ്ങനത്തെ എല്ലാം ഓക്കെ. ഒരു നടൻ്റെ ഒരു സബ്ബായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ റോളില്ലേ, അങ്ങനത്തെ എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് ആ ചങ്ങായിക്ക് ആപ്റ്റ് ആകുന്നില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള സത്യം. ബാക്കി കഥ അത്യാവശ്യം ആവറേജ് നല്ലൊരു കഥ തന്നെയാണ്. ഇടിയൻ ചന്തു കഴിഞ്ഞാഴ്ച അതൊന്നും ഇറങ്ങിയത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞാഴ്ച ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ കണ്ടിന്യൂ ആ പടം. ഞാനിപ്പോൾ അത്യാവശ്യം ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എനിക്ക് അയച്ചു തരും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചൊരു ബെറ്റർ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് തിയേറ്ററിലൊന്നും അങ്ങനെ കണ്ടില്ല, 2-3 ദിവസമായിട്ടേ ഓടിയിട്ടുള്ളൂ. പക്ഷേ ഈ പടമൊക്കെ അത്യാവശ്യം നല്ല പടമാണ്. ആവറേജ് ഒരു കഥയുണ്ട് ഇതിൻ്റെ അകത്തൊരു ഷോർട്ട് ടേം. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് വെറുതെ ആവില്ല. വെറുതെ ഫോണിൽ OTT ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു ബെറ്റർ ഓപ്ഷൻ പടം തന്നെയാണ്. നമ്മൾ വെറും ബ്ലോക്ക് ബസ്റ്റേഴ്സും ട്രെയിലറും ട്രീസറും കണ്ടു പോയിട്ട് ലാസ്റ്റ് നമ്മൾ പുഷ്പ വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അയ്യോ അങ്ങനെ ആയിപ്പോയില്ലേ. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങളും OTTയിൽ ഇറങ്ങുന്നുണ്ട്, കുറേ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി ഓറിയൻറ്റഡും എല്ലാം ഇറങ്ങുന്നുണ്ട്. ഇതിനകത്തൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. അത്യാവശ്യം ആക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നടനെ നിങ്ങൾ മാറ്റി നിർത്ത്, അങ്ങനെ ഞാൻ പറയുന്നില്ല. അതിനകത്തുള്ള കഥ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് വയ്ക്കണേൽ ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവൻ അങ്ങനെയാണെങ്കിൽ ഈ സിനിമ പറ്റും. എനിക്ക് ഈ സിനിമ അത്യാവശ്യം മോശമില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ
ഓരോരുത്തർ ഇഷ്ടമില്ല. ഞാൻ ഇപ്പം പറയുന്ന സമയത്ത് തന്നെ ഇപ്പം നിങ്ങളെ ഇതുമാതിരി ആയിരിക്കില്ല എൻ്റെ ഒരു കോൺസെപ്റ്റ് സിനിമേനെ പറ്റിയിട്ട്. ഇപ്പം എന്തിനെ പറ്റിയിട്ടല്ലോ, അതെല്ലാം ഓരോരുത്തർ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാവുന്ന അതിൻ്റെ അകത്ത് കൂട്ടത്തിൽ ബെറ്റർ ഓപ്ഷൻ ഒരു നല്ലൊരു പടമുണ്ട്, ഇടിയൻ ചന്തു എന്ന പേര്. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ കൂട്ടുകാരൻ. ഓക്കെ.